ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു വമ്പൻ കൂടുമാറ്റത്തിന് IPL സാക്ഷ്യം വഹിക്കാൻ പോകുകയാണോ? അതെ എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ അടുത്ത സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ കളിക്കുമെന്ന വാർത്തകൾ ഇപ്പോൾ കാട്ടുതീ പോലെയാണ് പടരുന്നത്. വെറുമൊരു അഭ്യൂഹം എന്നതിനപ്പുറം ഇതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള വളരെ കൃത്യമായ ചില സൂചനകളും തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത് മറ്റാരുമല്ല, ഹാർദിക് പാണ്ഡ്യ സ്വയം പങ്കുവച്ച ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ്. IPL സീസണിലെ മുംബൈയുടെ അവസാന മത്സരത്തിന് ശേഷം ഹാർദിക് തന്റെ ലാപ്ടോപ്പും ഫോണും കാണിച്ചുകൊണ്ട് ഒരു ചിത്രം പങ്കുവച്ചിരുന്നു. ഒറ്റനോട്ടത്തിൽ വളരെ സാധാരണമായ ഒരു ചിത്രമെന്ന് തോന്നുമെങ്കിലും ആരാധകരുടെ കണ്ണുടക്കിയത് അദ്ദേഹത്തിന്റെ മൊബൈൽ സ്ക്രീനിലെ സമയത്തിലാണ്. കൃത്യം രാവിലെ 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് എന്ന സമയമായിരുന്നു ആ ഫോണിലുണ്ടായിരുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും ഇന്ത്യൻ ക്രിക്കറ്റിന്റെയും ഇതിഹാസമായ ധോണിയുടെ ഐക്കോണിക് ജേഴ്സി നമ്പർ 7. ഈ സമയം യാദൃശ്ചികമല്ലെന്നും താൻ ധോണിയുടെ ചെന്നൈ പാളയത്തിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുകയാണെന്ന കൃത്യമായ സൂചനയാണ് ഹാർദിക് ഇതിലൂടെ നൽകിയതെന്നുമാണ് ക്രിക്കറ്റ് ലോകം ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതിനു പുറമെ ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിന് ശേഷം CSK CEO കാശി വിശ്വനാഥനുമായി ഹാർദിക് പാണ്ഡ്യ ദീർഘനേരം സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ക്യാമറകളിൽ പതിഞ്ഞിരുന്നു. മുൻപ് മലയാളി താരം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ നിന്നും സമാനമായ രീതിയിൽ ട്രേഡിംഗിലൂടെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയ വലിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച വെറുമൊരു സൗഹൃദ സംഭാഷണമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു കരാറിന്റെ ആദ്യപടിയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ധോണിക്ക് കീഴിൽ കരിയർ ആരംഭിച്ച് ധോണിയെ തന്റെ ജ്യേഷ്ഠതുല്യനായി കാണുന്ന വ്യക്തിയാണ് ഹാർദിക് പാണ്ഡ്യ. മുംബൈ ഇന്ത്യൻസിൽ ഇത്തവണ നേരിടേണ്ടി വന്ന കടുത്ത ആരാധകരോഷവും പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്തേക്ക് ടീം തകർന്നടിഞ്ഞതും ഹാർദിക്കിനെ മാനസികമായി തളർത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ധോണിയുടെ തണലിലേക്ക് മാറി തന്റെ കരിയറിന് പുതിയൊരു ഊർജ്ജം നൽകാനാണ് ഹാർദിക് ശ്രമിക്കുന്നത്. എന്തായാലും ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിന്റെ മുനമ്പിൽ നിർത്തുന്ന ഈ കൂടുമാറ്റം അടുത്ത സീസണിൽ യാഥാർത്ഥ്യമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഹാർദിക് പാണ്ഡ്യ മുംബൈ വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മഞ്ഞക്കുപ്പായത്തിൽ ഹാർദിക് കൂടി എത്തിയാൽ ചെന്നൈയുടെ കളി മാറുമോ? അതോ മുംബൈയിൽ തന്നെ തുടർന്ന് ഹാർദിക് തന്റെ ക്യാപ്റ്റൻസി തെളിയിക്കണമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകളും IPL വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.